മലമ്പുഴ ഡാമിൽ നിന്നും വ്യവസായത്തിന് കൂടുതൽ വെള്ളം നൽകാനുള്ള നീക്കം കാർഷിക ജലസേചനത്തെ ബാധിക്കുമെന്ന ആശങ്ക. ഡാമിൽ ചെളിയും എക്കലും അടിഞ്ഞതിനാൽ പൂർണ്ണ സംഭരണശേഷിയിൽ വെള്ളം ലഭ്യമല്ലെന്നും ഇത് പരിഹരിക്കാതെ വ്യവസായ ആവശ്യങ്ങൾക്ക് കൂടുതൽ വെള്ളം നൽകിയാൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുമാണ് കർഷകർ പറയുന്നത്. 2017 മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പാണിത്. 226 ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഡാമിൽ എക്കലും ചെളിയും നിറഞ്ഞ് സംഭരണശേഷി 28.26 ക്യൂബിക് മീറ്റർ കുറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. 7 വർഷം മുൻപത്തെ റിപ്പോർട്ടാണിത്. ഇപ്പോൾ അതിനേക്കാൾ കുറവ് വന്നിട്ടുണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ വ്യവസായ ആവശ്യത്തിന് നൽകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചാൽ കാർഷിക ജലസേചനത്തെ ബാധിക്കുമോ എന്നാണ് ആശങ്ക. ഇവിടെ ബാധിക്കുക കർഷകരെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ 2016 പോലെ വരൾച്ച കടുത്ത സമയങ്ങളിൽ 27 ദിവസം മാത്രമാണ് കർഷകർക്ക് ജലം ലഭ്യമായത്. മിനിമം 100 ദിവസത്തിലധികമെങ്കിലും ജലം കിട്ടിയാലേ രണ്ടാം വിള പൂർണ്ണമായി കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി അത് കൃഷിയെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ഈ മദ്യനിർമ്മാണശാല എന്നുള്ളത് ഒരു പൈലറ്റ് പ്രൊജക്റ്റ് മാത്രമാണ്. ഈ കിൻഫ്ര പൈപ്പ് ലൈൻ പദ്ധതിയായിരുന്നു ഇത്. ഈ പദ്ധതിയിലൂടെ 20 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം കിൻഫ്രയിൽ എത്തിക്കുന്നത്. സ്വാഭാവികമായും ഈ വെള്ളം അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ നൽകുകയും പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ അവിടെ ഇടം പിടിക്കുകയും ചെയ്യും. ഇത് സ്വാഭാവികമായും പാലക്കാട്ടെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ കൃഷിക്ക് കൂടുതൽ ദിവസം വെള്ളം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും പലപ്പോഴും കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തുമ്പോഴാണ് അധിക ദിവസം വെള്ളം നൽകാറുള്ളതെന്നും കർഷക സംഘടനകൾ പറയുന്നു. കൃഷിക്കാർക്ക് ആവശ്യമായ തരത്തിൽ വെള്ളം കണ്ടെത്തിയതിന് ശേഷം, അങ്ങനെയുള്ളൊരു ശാസ്ത്രീയ പഠനം നടത്തിയതിന് ശേഷം മാത്രമാണ് ഇത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ അനുമതി നൽകാൻ പാടുകയുള്ളൂ. എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള ശാസ്ത്രീയമായ ഒരു പഠനവും നടത്താതെ, മലമ്പുഴ ഡാമിൻ്റെ ജലസംഭരണ ശേഷിയെക്കുറിച്ച് പഠനം നടത്താതെ, ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് പഠനം നടത്താതെ ധൃതിപ്പെട്ട ഒരു തീരുമാനമായതുകൊണ്ടാണ് ഈ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും കർഷകരും രംഗത്ത് വരുന്നത്. ഇതിനു പുറമെ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചു വരുന്നതും പരിഗണിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഇവയൊന്നും പരിഗണിക്കാതെ മദ്യക്കമ്പനിക്ക് വെള്ളം നൽകിയാൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നാണ് ആശങ്ക. ന്യൂസ് മലയാളം, പാലക്കാട്.